നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന. RS പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി AITUC. കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല വേണ്ടത്, അവകാശമാണെന്ന് സന്തോഷ് കുമാർ. രാഷ്ട്രീയ പക്ഷപാതമാണ് ഇതിന് പിറകിലെന്നും സന്തോഷ് കുമാർ. പൊതുശ്മശാനം പ്രവർത്തനരഹിതം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചരക്കണ്ടി മണ്ഡലം കമ്മിറ്റി. ആഴ്ചകൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ പ്രതികരിക്കാൻ അധികൃതർ തയ്യാറായില്ല. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ. ഇന്നവേഷൻ ഓൺട്രപ്രണർഷിപ്പിന് തുടക്കം. കണ്ണൂർ സർവകലാശാല കാനവേഷൻ 3.0 ശ്രദ്ധേയമാവുന്നു. പരിപാടി 2 ദിവസങ്ങളിലായി നടക്കുക. താവക്കര ക്യാമ്പസിൽ പങ്കെടുക്കുന്നത് നിരവധി സ്റ്റാർട്ടപ്പ് മിഷനുകൾ. വാർത്തകൾ വിശദമായി. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി AITUC കണ്ണൂർ ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യം വേണ്ട, പക്ഷേ കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ വിദേശ കയറ്റുമതിയുടെ ഭാഗമായി നൽകുന്ന സംസ്ഥാനമാണ്. രാഷ്ട്രീയ പക്ഷപാതം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയതുകൊണ്ട് ആ രാഷ്ട്രീയ ലാക്കോടുകൂടി ബോധപൂർവം കേരളത്തെ പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര ബഡ്ജറ്റിൽ വളരെ ചെറിയ ഒരു തുക മാത്രം നീക്കിവെച്ചുകൊണ്ട് എല്ലാ മേഖലയിലും മുന്നോട്ടുള്ള പ്രയാണത്തെ തടയുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നു. NREG എന്നുള്ള സംവിധാനം കേരളത്തിൽ രാജ്യത്ത് പൊതു മിനിമം പരിപാടിയുടെ നേതൃത്വത്തിൽ അന്ന് രൂപപ്പെടുത്തിയപ്പോൾ UPA സർക്കാരിന്റെ കാലത്ത് വന്നിട്ടുള്ള ആ സംവിധാനം നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട വീടുകളിൽ ചെറിയൊരു സഹായം എത്തിച്ച ഒരു സംവിധാനമായി. ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന അവഗണനയ്ക്കെതിരെയായിരുന്നു സമരം. INTUC ജില്ലാ പ്രസിഡന്റ് M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. M അനിൽകുമാർ, KV ബാബു, V നാരായണൻ, വെള്ളോറ രാജൻ, A അരവിന്ദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് CVGN, PV ബാബു, രാജേന്ദ്രൻ, N ഉഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസംഘടിത തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ഗാന്ധിയൻ ജനാധിപത്യ പ്രതിഷേധ സമരം നടത്തി. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളായ ആളുകളെ അഡ്രസ് ചെയ്യാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മുന്നോട്ട് വരാതെ സാധാരണക്കാരന്റെ പാർട്ടി, പാവപ്പെട്ടവന്റെ പാർട്ടി, തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വളർന്ന പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ സമസ്ത മേഖലയിലും നമ്മുടെ സംസ്ഥാനം തകർന്ന് തരിപ്പണമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രസംഗിച്ചു PSC മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ, അതുപോലെ തന്നെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ ലക്ഷങ്ങൾ ശമ്പളമാവുന്ന ആളുകളുടെ ശമ്പളവും അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. KV തോമസ് എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ പ്രതിനിധിയായി കേന്ദ്രത്തിലിരിക്കുന്ന KV തോമസ്, അദ്ദേഹത്തിന് 3 പെൻഷനാണ്. നമ്മൾ ആലോചിക്കണം. ഒന്ന്, അദ്ദേഹം അധ്യാപകൻ, പ്രൊഫസർ എന്നുള്ള നിലയിലുള്ള പെൻഷൻ. രണ്ടാമത്, അദ്ദേഹം കേരള നിയമസഭയിൽ MLA ആയിരുന്നു, MLA പെൻഷൻ. അദ്ദേഹം കേന്ദ്രത്തിൽ MP ആയിരുന്നു, MP പെൻഷൻ. 3 പെൻഷൻ നിലവിൽ വാങ്ങുന്ന KV തോമസ് എന്ന് പറയുന്ന കരിങ്കാരിക്ക് കേരള സർക്കാരിന്റെ പ്രതിനിധിയായി കേന്ദ്രത്തിൽ ഇരിക്കാൻ വേണ്ടി വീണ്ടും ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ലക്ഷങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്ന കേരള സർക്കാർ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ, അവരുടെ പെൻഷൻ പോലും നൽകാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റായി കേരളത്തിൽ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക, മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. G ബാബു അധ്യക്ഷത വഹിച്ചു. രാജേഷ് നമ്പ്യാർ, ദാമോദരൻ കൊയിലേരിയൻ, NV നാരായണൻ, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ MLOA ജില്ലാ സമ്മേളനം ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. രജിസ്ട്രേഷൻ മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രാൻഡിംഗ് എന്ന ആശയം വന്നിട്ട് 2-2.5 വർഷത്തോളമായെങ്കിലും അതിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കിയെങ്കിലും ഈ നിയമത്തിന്റെ ഭാഗമായി ഒരു ലാഭം, സംഘടനയുടെ അംഗമായി ഒരു ലാഭം അടച്ചുപൂട്ടപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സംഘടന ബ്രാൻഡിങ്ങിലേക്കും നെറ്റ്വർക്കിങ്ങിലേക്കൊക്കെ പോകുന്നത്.
എന്താണ് ബ്രാൻഡിങ് എന്നത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഓരോരുത്തർക്കും ബ്രാൻഡിങ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം AVT ചായപ്പൊടി AVT എന്ന് മാറ്റി കഴിഞ്ഞാൽ കളർ കണ്ട വൈറ്റും റെഡും കണ്ട ഏതൊരു മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും അത് എന്താണ് ഈ സാധനം എന്ന് ചോദിച്ചാൽ അത് AVT എന്ന് പറയും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉമേഷ് കുമാർ വി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ KV സ്വാഗതവും സംഘടനാ വിശദീകരണം സംസ്ഥാന സെക്രട്ടറി സൈനുൽ ആബിദീനും നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പാട്രിക്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജമാൽ AK, കണ്ണൂർ ഏരിയ പ്രസിഡന്റ് മിനി രാജീവ്, തലശ്ശേരി ഏരിയ പ്രസിഡന്റ് റീമ KP, തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് P അനീഷ്, ഇരിട്ടി ഏരിയ പ്രസിഡന്റ് P കൃഷ്ണൻ എന്നിവർ ആശംസകൾ പറഞ്ഞു. ക്യൂ ഇന്ത്യ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏർപ്പെടുത്തിയ അവാർഡ് CMC വെല്ലൂരുമായി സഹകരിച്ച് മുഴുവൻ ലാബുകളിലും ക്വാളിറ്റി കൺട്രോൾ ഏർപ്പെടുത്തിയ സംസ്ഥാന പ്രസിഡന്റ് PK രാജീവ് കുമാറിന് ജില്ലാ സെക്രട്ടറി KV ശ്രീനിവാസൻ പൊന്നാട അണിയിച്ചു. CME പ്രോഗ്രാം IQC എന്താണ് ലാബിന്റെ ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനമായ IQCയെ കുറിച്ച് വിശദമായി ക്ലാസ് ബിജോയ് P നൽകി. ജില്ലാ ട്രഷറർ അനീഷ് P റാം നന്ദി പറഞ്ഞു. This is about enzyme. Then what is the role of enzyme in biochemical reactions? എന്താണ്? What is the role of enzymes in biochemical reaction? ആറളം ഫാം കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. ഇന്നലെയാണ് കാട്ടാന ആക്രമണം നടന്നത്. കശുവണ്ടി ശേഖരിക്കാൻ പോയ ദമ്പതികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. BJP UDF ഹർത്താലും നടത്തി. ദമ്പതിമാരുടെ മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്നാൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നതിനാൽ മൃതദേഹം വീട്ടിലെത്തിക്കാനായിരുന്നില്ല. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല കണ്ണൂർ. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന. RS പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി AITUC. കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല വേണ്ടത്, അവകാശമാണെന്ന് സന്തോഷ് കുമാർ. രാഷ്ട്രീയ പക്ഷപാതമാണ് ഇതിന് പിറകിലെന്നും സന്തോഷ് കുമാർ. പൊതുശ്മശാനം പ്രവർത്തനരഹിതം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചരക്കണ്ടി മണ്ഡലം കമ്മിറ്റി. ആഴ്ചകൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ പ്രതികരിക്കാൻ അധികൃതർ തയ്യാറായില്ല. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ. ഇന്നവേഷൻ ഓൺട്രപ്രണർഷിപ്പിന് തുടക്കം. കണ്ണൂർ സർവകലാശാല കാനവേഷൻ 3.0 ശ്രദ്ധേയമാവുന്നു. പരിപാടി 2 ദിവസങ്ങളിലായി നടക്കുക. താവക്കര ക്യാമ്പസിൽ പങ്കെടുക്കുന്നത് നിരവധി സ്റ്റാർട്ടപ്പ് മിഷനുകൾ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ പൊതുശ്മശാനം നോക്കുകുത്തിയാവുന്നു. പ്രവർത്തനം നിലച്ചിട്ട് ആഴ്ചകൾ ഏറെയായി. എന്നിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു നീക്കവും നടന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചരക്കണ്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം KK ജയരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനരഹിതമായ പൊതുശ്മശാനം ഉടൻ പ്രവർത്തന സജ്ജമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചരക്കണ്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. വില കുറഞ്ഞ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടുന്ന നല്ല രീതിയിലുള്ള കമ്പനി സാധനങ്ങൾ ഉപയോഗപ്പെടുത്താതെ ശ്മശാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ ശ്മശാനത്തിന്റെ പ്രവർത്തനം നിശ്ചലമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരം നല്ല രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ കീഴ്വഴക്കമാണ്. പക്ഷേ
ആ മൃതശരീരം പോലും നല്ല രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് KC അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. KP ജയാനന്ദൻ, സുജാത ടീച്ചർ, KK പ്രശാന്തൻ, C രാജീവൻ, K പുരുഷോത്തമൻ, ശശി പാളയം, KP രമേശൻ, മധുസൂദനൻ, MK അജീഷ്, K നികേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അസിസ്റ്റന്റ് സെക്രട്ടറി നിർവഹണം നടത്തിയ SC വയോജനങ്ങൾക്ക് കട്ടിലും വാട്ടർ ടാങ്കും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ് ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അഷ്റഫ് T അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി നിസിയം സ്വാഗതം പറഞ്ഞു. SC വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ പ്രവീൺ P ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. SC പ്രൊമോട്ടർ ഷനില നന്ദി രേഖപ്പെടുത്തി. കൂടാളി UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പ്രഥമ ശുശ്രൂഷയും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഏവർക്കും ഒറ്റപ്പെട്ടു പോകുന്ന അവസരത്തിൽ ചില സഡൻ അറ്റാക്ക്, സഡൻ ഉണ്ടാകുന്ന വിഷയങ്ങൾ അത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ചെറിയ കുട്ടികളായാലും ശരി, വലിയ ആളായാലും ശരി, അത് ബുദ്ധിമാന്മാർ അങ്ങനെയൊന്നുമില്ല, ആർക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ സംയോജിതമായി ഇടപെടുകയും ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ വില ഞാൻ പറയേണ്ടതായിട്ടില്ല. ആ ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ ചിലപ്പോൾ വളരെ ചെറിയ ഒരു കുട്ടിക്ക് പോലും സാധിക്കും. ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസപരമായി ഇതൊന്നും ഒരു വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ആ ഒരു യുക്തിയാണ്, ആ സമയം തോന്നുന്ന കഴിവാണ്. PTA പ്രസിഡന്റ് VM മഹേഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് TM വന്ദന സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഷിബി വർഗീസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മദർ PTA പ്രസിഡന്റ് ദിവ്യ രതീഷ്, സ്റ്റാഫ് സെക്രട്ടറി അർജുനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന വൃത്തി 2025 കോൺക്ലേവിന്റെ ലോഗോ, വെബ്സൈറ്റ്, പ്രാഥമിക ബ്രോഷർ എന്നിവയുടെ പ്രകാശനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ഏപ്രിൽ 9 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലാണ് വൃത്തി 2025 എന്ന പേരിൽ ശുചിത്വ സംഗമം നടക്കുക. വലിയ തോതിൽ ആളുകളെ ആകർഷിക്കണം. വേറെ ഏതൊരു പ്രദർശനത്തിനും ആൾ വരുന്നത് പോലെ വരാവുന്ന നിലയിൽ എങ്ങനെ ആകർഷകമാക്കാം എന്നൊന്നും ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അത്രയും മെസ്സേജ് ആളുകളിലേക്ക് എത്തും. നല്ല മീഡിയ കവറേജ് ഉണ്ടാവുക എന്നതും നമ്മുടെ ആവശ്യം. കാരണം ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ മീഡിയ കവറേജ് ഉണ്ടാവണം. സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനെല്ലാം ഉതകുന്ന ഒരു വലിയ ക്യാമ്പയിൻ, ഒരു വലിയ ഒരു ഇവന്റ്, ഒരു മെഗാ ഇവന്റ് ആയിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ എല്ലാ ഏജൻസികളുടെയും മുഴുവൻ വൈഭവവും അതിൽ ഉപയോഗിക്കണം. ചെറിയ പരിപാടി എന്ന് നിലയ്ക്കല്ല. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ TJ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, സംസ്ഥാന ശുചിത്വ മിഷൻ വേസ്റ്റ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് N ജഗജീവൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളത്തിന്റെ തുടർച്ചയായിട്ടാണ് 2025 ഏപ്രിൽ 9 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ വൃത്തി 2025 എന്ന പേരിൽ ശുചിത്വ സംഗമം നടക്കുക. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിവിധ ശുചിത്വ മാതൃകകൾ പരിചയപ്പെടുത്തുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ ഏജൻസികളും വ്യക്തികളും നടത്തിയ വേറിട്ട പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുക, വേസ്റ്റ് ടു ആർട്ട് ഇൻസ്റ്റലേഷൻ പ്രദർശിപ്പിക്കുക, ദേശീയവും അന്തർദേശീയവുമായ നൂതന ആശയങ്ങളും സംരംഭങ്ങളും മെഷീനറികളും പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഈ കോൺക്ലേവിന്റെ ലക്ഷ്യം. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഭിന്നശേഷി കുട്ടികൾക്ക് തണൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളിലെ പ്രയാസങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നതിനും തുടർ പരിശീലനങ്ങൾ ഉറപ്പുവരുത്തി മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റർ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാപിറ്റൽ മോൾ 6-ാം നിലയിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 300ഓളം കുട്ടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രയാസങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും തുടർ ചികിത്സയും പരിശീലനങ്ങളും നൽകി അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുമാണ് തണൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ഫിസിക്കൽ മെഡിസിൻ റിഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രിക്, ന്യൂറോളജിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ്, ദന്തവിഭാഗം, പഠന വൈകല്യങ്ങൾ കണ്ടെത്തൽ, സംസാരശേഷി, പെരുമാറ്റ പ്രശ്നങ്ങൾ, ഫിസിയോതെറാപ്പി, സൈക്കോളജിസ്റ്റ് സേവനം, കേൾവി പരിശോധന തുടങ്ങിയ വിദഗ്ധരുടെ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമായിരുന്നു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയത്. 300ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. 2008 വളരെ ചെറിയ തോതിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് തണൽ ഇന്ന് 15ഓളം സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 2.25 ലക്ഷത്തോളം
ബെനിഫിഷ്യറീസിന് ദിനമേന സേവനം ചെയ്യുന്നൊരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2016 നവംബറിലാണ് നമ്മുടെ തണൽ പഠനപാലത്ത് ആരംഭിച്ചത്. അത് ആദ്യം തുടങ്ങിയത് നമ്മുടെ പക്ഷാഘാതം ബാധിച്ചവരും അപകടത്തിൽ പരിക്കേറ്റ് തളർന്നു പോയവരെയും 3 മാസത്തെ നിരന്തരമായ പരിശീലനത്തിലൂടെ സുഖം പ്രാപിച്ചു കൊണ്ടുവരാനുള്ള യത്നമായിരുന്നു. അത് കോയമ്പത്തൂരിലെ സഹായി എന്ന് പറയുന്ന സംഘടനയുമായി സഹകരിച്ചായിരുന്നു. അതിൽ നമ്മളൊരു ബൃഹത്തായ ഒരു ക്യാമ്പ് നടത്തി കുറേ രോഗികളെ അതിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് വളരെ നല്ല റിസൾട്ട് നമുക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വിപുലീകരിച്ചു. കാനിരോട് ബൃഹത്തായ ന്യൂറോ റിഹാബ് സെൻറ്റർ തുറന്നു. കൂടാതെ റെസിഡൻസ്, അതായത് അഗതികൾ ആരുമില്ലാത്തവരെ തണൽ അടുപ്പിച്ച് നിർത്തി. തണലിൻ്റെ അടുപ്പിച്ച് നിർത്തുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാരണം തണലാണ് ആദ്യമായി കേരളത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിഭിന്നമായ വേറെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയത്. തണൽ വീട് പ്രസിഡന്റ് ഡോക്ടർ OK അബ്ദുൽ സലാം, ഡോക്ടർമാരായ ദിൽഷാദ്, ജിയോ സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഹർഷാദ്, ശ്രുതി NM, അബ്ദുൾ മജീദ്, സജിന, ജിയ, ജസ്ന, ശ്രീജിത്ത് പീഡിയാക്കൽ തുടങ്ങിയ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. ഇന്നത്തെ ഈ ഒരു ക്യാമ്പിന്റെ ചികിത്സ നമ്മളൊരു ഫ്രീ ആയിട്ട് തന്നെയാണ്. ഫ്രീ മെഡിക്കൽ ക്യാമ്പാണ്. അസസ്മെന്റ് ആണെങ്കിലും ഡോക്ടർ കൺസൾട്ടേഷൻസ് എല്ലാം ഫ്രീ ആണ്. നമുക്ക് ഡോക്ടേഴ്സ് ഇന്ന് ഇവിടെ റീഹാബ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിക് ഓർത്തോ സ്പെഷ്യലിസ്റ്റ്, ENT ഡോക്ടേഴ്സ് ഉണ്ട്, പീഡിയാട്രീഷ്യൻസും ഉണ്ട്. അപ്പം ഇന്നത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പം ഇതിൽ നമ്മൾ അസസ്മെൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ അസസ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ തീരുമാനിക്കുക ആർക്കൊക്കെ തുടർ ചികിത്സ വേണമെന്നുള്ളത്. അപ്പം അതിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി ഉണ്ടാവും. ഒരു കൂട്ടം ആൾക്കാർക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ചില ആൾക്കാർക്ക് ദൂരത്തിൻ്റെ പ്രശ്നം കാരണം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ റെഫറൽ സർവീസസ് ആയിട്ട് അവർക്ക് അടുത്തുള്ള ഇതുപോലുള്ള സെൻറ്റേഴ്സ്, ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ BRCകൾ, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള BRCകൾ, അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ റെഫർ ചെയ്യും. അതല്ല ഇവിടെ വരാൻ പറ്റുന്ന കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ സർവീസസ് കൊടുക്കും. അപ്പം നമ്മൾ ഈ ഒരു 2 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം അത് ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾക്ക് തെറപ്പിക്ക് പോകാന്നുള്ളത് കുട്ടികൾക്കല്ല വലിയ ആൾക്കാർക്കും ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമുക്കൊരു മടുപ്പ് തന്നെയാണ്. അപ്പോൾ അത് മാക്സിമം അവരെങ്ങനെ എൻഗേജ് ചെയ്യിക്കാം. ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് മോളിൽ തന്നെയാണ്. ഇപ്പോൾ മോളിൽ വരാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകുന്നൊരു ഫീലൊന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഫർണിച്ചർ ആണെങ്കിലും ഈവൻ ഇവിടുത്തെ പെയിൻറ്റിങ് വരെ നമ്മൾ കുട്ടികൾക്കായിട്ടാണ് അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ തെറപ്പി എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. അവർക്കൊരു മടുപ്പ് വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു വിർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അതിൽ കുറേ ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾക്ക് ടാബിൽ കുറച്ച് അവർ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അത് ത്രൂ അവർക്ക് കുറേ സ്റ്റിമുലേഷൻസ് കിട്ടുന്നു. അവർക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു, മോട്ടോ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു കുട്ടികൾക്കായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ സർവകലാശാലയിൽ കാനവേഷൻ 3.0 ഇന്നവേഷൻ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റിന് തുടക്കമായി. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി താവക്കര ക്യാമ്പസിലാണ് പരിപാടി നടക്കുന്നത്. And on our part, we were working to see that the Kannur University gives the same vibe inside the campus to students who will be coming here. Inside the campus means the vibes include the innovation culture, vibes include a totally different way of life, which the students, the generation C requires now. And we are ramping up the facilities here. After maybe 1 year, if you come and see the surroundings here, you might not be able to recognize is what we envisage as the syndicate and the entire management, the executive council envisage is that we will be in a position to change the vibe of the university so that the generation C will feel that. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്നൊവേഷൻ കൗൺസിൽ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവ സംയുക്തമായി നടത്തുന്ന ഇന്നൊവേഷൻ കോൺക്ലേവിൽ വിവിധ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, കെൽട്രോൺ, നിഫ്റ്റ്, മലബാർ ക്യാൻസർ സെന്റർ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, മലബാർ ഏഞ്ചൽസ്, മൈസോൺ എന്നീ സ്ഥാപനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അജിത് ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. തുടർന്ന് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ദ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഇന്നൊവേഷൻസ് എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടന്നു. ഡോക്ടർ സതീഷ് ബി, റിട്ടയേർഡ് കേണൽ അഖിൽ കുമാർ, കുൽക്ഷേത്ര, പ്രൊഫസർ പ്രദീപ് കുമാർ, KG കൃഷ്ണകുമാർ, രമേഷ് കുമാർ TK, ഡോക്ടർ ജോസഫ് ബെനവൻ, ഡോക്ടർ പ്രീതി തുടങ്ങിയവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ.
ഏച്ചൂർ പന്നിയോട്ട് സഫ്ദർ ഹാഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന വയോജന സദസ്സ് ശ്രദ്ധേയമാകുന്നു. ജീവിത സായാഹ്നങ്ങളിലെ ഒറ്റപ്പെടലുകളെ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും അതിജീവിക്കുകയാണ് ഒരു കൂട്ടം വയോജനങ്ങൾ. എല്ലാ ഗ്രാമങ്ങൾക്കും മാതൃകയാക്കാനുതകുന്ന പ്രവർത്തനങ്ങളാണ് സഫ്ദർ ഹാഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആവിഷ്കരിച്ചു വരുന്നത്. പണ്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത കഥ വീണ്ടും ഓർത്തെടുത്താണ് ഭാനുമതി ടീച്ചർ കൂട്ടായ്മയിലെ ചങ്ങലയിൽ കണ്ണിയായത്. വിക്രമാദിത്യ ചക്രവർത്തിന്റെ രാജസദസ്സിൽ നവരത്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിത സദസ്സുണ്ട്. നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ 9 പണ്ഡിതന്മാരുടെ ഒരു സദസ്സാണ്. അതിലുള്ള പ്രധാനിയാണ് വരരുചി എന്ന് പറയുന്ന ബ്രാഹ്മണ പണ്ഡിതൻ. ആ വരരുചി ഒരു യാത്രക്കിടയിൽ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യയായിട്ട് ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ അഭയം തേടി, കുളിക്കാനും ഭക്ഷണം കഴിക്കാനുള്ളതായിട്ട്. അങ്ങനെ വിഷ്ണുനാഥൻ എന്ന് പറയുന്ന നമ്പൂതിരിയുടെ വീട്ടിലാണ് കയറിയത്. അപ്പോൾ വിഷ്ണുനാഥൻ പറഞ്ഞു, വിഷ്ണുനാഥന് പേടിയായി. ഈ വരരുചി എന്ന് പറഞ്ഞാൽ വലിയ ആളല്ലേ, എങ്ങനെയാണെന്ന് എല്ലാം വിചാരിച്ചിട്ട്. അപ്പോൾ വിഷ്ണുനാഥൻ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഊണ് തയ്യാറായിട്ടുണ്ട്, കുളിച്ചിട്ട് വന്നു. അപ്പോൾ വരരുചി പറഞ്ഞു, ഞാൻ രാത്രി അത്താഴം കഴിക്കണമെങ്കിൽ എനിക്ക് ചില ചിട്ടവട്ടങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം സാധിപ്പിച്ച് തരാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു വിഷ്ണുനാഥൻ. അപ്പോൾ പറഞ്ഞു, ഞാൻ അത്താഴം കഴിക്കണമെങ്കിൽ എനിക്ക് കുളിച്ച് വന്നാൽ അയാൾക്ക് 3 പേരെ തിന്നാന്ന് പറഞ്ഞിട്ടില്ലേന്ന് പറഞ്ഞു. അത് ചുണ്ണാമ്പും വെറ്റിലി അടക്കയും കൂട്ടി മുറുക്കുന്നതിനാണ് അങ്ങനെ പറയുമെന്ന് പറഞ്ഞു. പിന്നെ 4 ആൾ ചുമക്കണം എന്ന് പറഞ്ഞതോ എന്ന് ചോദിച്ചു. അന്നത്തെ പറയാൻ 4 കാലുള്ള കട്ടിലിൽ കിടന്നുറങ്ങണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അത് കേട്ട് വരെ ഇയാൾക്ക് സന്തോഷമായി. ആദ്യമുള്ള പേടിയെല്ലാം മാറി. എന്നിട്ട് അപ്പോഴേക്ക് വരരുചി കുളിച്ച് വന്ന ഉടനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡിയായിരിക്കുന്നത് കണ്ടിട്ട് വരരുചിക്ക് അത്ഭുതമായി, സന്തോഷമായി. ദീർഘകാല ജീവിതയാത്രകൾ പിന്നിട്ട് വിശ്രമകാലമെത്തിയിട്ടും എല്ലാം അവസാനിച്ചെന്നും പറഞ്ഞ് വിലപിച്ചിരിക്കാതെ പുതുതലമുറയ്ക്ക് പോലും മാതൃകയാവണ്ണം സന്തോഷത്തിന്റെ സംഘബോധത്തിന്റെയും ചങ്ങലക്കണ്ണികൾ വിളക്കിച്ചേർക്കുകയാണ് ഇവിടുത്തെ യൗവനം മാറാത്ത വയോജനങ്ങൾ. പാട്ടും കഥയും കളിച്ചിരികളുമായി സായാഹ്നങ്ങളെ സന്തോഷഭരിതമാക്കുകയാണ് ഏച്ചൂർ പന്നിയോട്ട് സഫ്ദർ ഹാഷ്മി വയോജന ക്ലബ്ബിലെ അംഗങ്ങൾ. എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, കാണാൻ എന്തൊരു ചന്തമാണത്. പതകടങ്ങളണിഞ്ഞവള്, കാലക്കമോതിരമിട്ടവള്, പാലപ്പം പോലെ വെളുത്തവള്, പാവുള്ളനെ പോലെ വിളിച്ചവളെ, കാണാൻ എന്തൊരു ചന്തമാണത്. പാട്ടും കഥയും അനുഭവങ്ങളും മുറിയാത്ത ചങ്ങലക്കണ്ണികളായി ഒഴുകുമ്പോൾ ഏറെ കൗതുകത്തോടെയാണ് ആസ്വാദകർ ഇതിനെ സ്വീകരിക്കുന്നത്. അതിൽ ഭാനുമതി ടീച്ചർ പണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത കഥ കൂട്ടുകാർക്ക് മുമ്പിൽ ഒന്നുകൂടി പൊടി തട്ടുകയാണ്. കുട്ടികളെക്കാൾ കൗതുകത്തോടെ ആസ്വദിക്കുകയാണ് ഇവിടുത്തെ കേൾവിക്കാർ. കേട്ടുപഴകിയ കഥയാണെങ്കിലും ഇപ്പോൾ കേൾക്കുമ്പോൾ എന്നത്തേതിനേക്കാളും മാധുര്യവും അനുഭൂതിയുമുണ്ടെന്ന് കേൾക്കുന്നവരും പറയുന്ന ആളും. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് വിലമിക്കുന്ന ഒട്ടനവധി വയോജനങ്ങൾക്ക് മാതൃകയാണ് ഈ കൂട്ടായ്മ. ഞാൻ കണ്ടിരിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും രക്ഷിതാക്കൾ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്. കാരണം അവർ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരും അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ തേടിയിട്ടും പല സ്ഥലങ്ങളിലായിട്ട് അവർ ദൂരെയായിരിക്കും ഉണ്ടാവുക. അതൊരു കാരണം. പിന്നെ അതുമാത്രമല്ല, വീട്ടിൽ ഉള്ളവരാണെങ്കിൽ പോലും പ്രായമായവരെ അത്ര ഒരു വില കൽപ്പിക്കാത്ത കുട്ടികളാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അവർക്ക് ഒരു മാനസിക ഉല്ലാസം എന്ന നിലയിൽ നമ്മളൊരു ക്ലബ്ബ് രൂപീകരിക്കുകയും ആ വയോജന ക്ലബ്ബ് നമ്മളിവിടെ പന്നിയോട്ട് രൂപീകരിക്കുകയുണ്ടായി. ഓരോ ഗ്രാമങ്ങളിലും ഇത്തരം ഒരു കൂടിച്ചേരൽ നടത്തിയാൽ വീടിന്റെ അകത്തളങ്ങളിൽ വാർദ്ധക്യത്തിന്റെ ജരാനരകളേറ്റ് കഴിഞ്ഞുപോയ സമയത്തെയും അനുഭവിച്ച യാതനകളെയും അയവിറക്കുന്ന 1000 ജന്മങ്ങൾക്ക് പുനർജന്മം ലഭിക്കും. ഇവിടെ കേൾവിയോ കാഴ്ചയോ പരിമിതികളാവുന്നില്ല. ഒപ്പം ചേരുമ്പോൾ അവർ കുട്ടികളാവുകയാണ്. നിറമുള്ള കാഴ്ചകൾ കാണുകയാണ്. പൊലിമയുള്ള ശബ്ദം കേൾക്കുകയാണ്. ഇത്തരത്തിൽ മുഴുവൻ വയോജനങ്ങളെയും ഉൾപ്പെടുത്തി പരിപാടികൾ വിപുലപ്പെടുത്താനാണ് ആലോചിക്കുന്നതെന്ന് ക്ലബ് സെക്രട്ടറി KP രഘുനാഥൻ പറഞ്ഞു. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ക്ലബ്ബ് കൈവെക്കാത്തൊരു മേഖലയില്ല. നേരത്തെ സ്വന്തമായി നാടകമെടുത്ത് സംവിധാനം ചെയ്ത് അഭിനേതാക്കളെ മുഴുവൻ വെച്ചുകൊണ്ട് നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക കലാവേദി മേഖലകളിലെല്ലാം സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ നേരത്തെ ഇവിടെ കാർഷിക മേഖല അത്ര സജീവമായ ഇടപെടൽ കുറഞ്ഞ സമയത്ത്
സ്വന്തമായി അടുക്കളത്തോട്ടം ബോധവൽക്കരണ എന്നൊരു പ്രോഗ്രാം വളരെ ശ്രദ്ധേയമായിരുന്നു. പത്രങ്ങളൊക്കെ വലിയ കവറേജ് കൊടുത്ത് നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ സിനിമാ മേഖലയാണ്. സിനിമ നമുക്കറിയാം, തിരുവനന്തപുരത്ത് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുമ്പോൾ അതിൻ്റെ ജില്ലാതല പരിപാടികൾ ടൂറിംഗ് ടാക്കീസിൻ്റെ ഭാഗമായി നടത്താറുണ്ട്. ചലച്ചിത്ര അക്കാദമി അതിൻ്റെ ജില്ലാതല സമാപനം നടത്തിയത് ഈ ക്ലബിൻ്റെ മുറ്റത്താണ്. 2 പ്രാവശ്യം ജില്ലാതല പരിപാടികൾ നടത്തിയിട്ടുണ്ട്. സിനിമാ പ്രദർശനങ്ങൾ, അതുപോലെ ഓപ്പൺ ഫോറം, ചർച്ചകൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് പ്രത്യേക ക്ലാസ് നിങ്ങളെ അറിയുക എന്ന പേരിൽ ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഈ വയോജന വേദി തുടങ്ങാൻ ഒരു പ്രധാന കാരണം ഇവിടെ കൂടുതൽ അംഗങ്ങളും പ്രായമുള്ളവരും വന്നപ്പോൾ ഒരു വയോജന വേദി എന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ആക്റ്റീവായി പ്രവർത്തിക്കുന്ന കുറച്ച് പ്രായമുള്ളവർ ഈ മേഖലയിലുണ്ട്. എല്ലാ അർത്ഥത്തിലും വയസ്സിനെ പരിഗണിക്കാതെ എല്ലാ അർത്ഥത്തിലും സജീവമായി പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അവരെ വെച്ചുകൊണ്ടാണ് ഈ വയോജന വേദി നമ്മൾ ആരംഭിക്കുന്നത്. ക്ലബ് പ്രസിഡന്റ് MK ഗോപി, സെക്രട്ടറി KP രഘുനാഥൻ, വയോജന വേദി പ്രസിഡന്റ് BP പുരുഷോത്തമൻ, സെക്രട്ടറി ലിസ ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. വയോജന കൂട്ടായ്മ കൂടാതെ വിവിധങ്ങളായ പരിപാടികളും രുചിക്കൂട്ടുകളും വരും ദിവസങ്ങളിൽ ക്ലബ്ബിൽ ഒരുങ്ങും. കേൾക്കാൻ ആരുമില്ലെന്ന് കരുതുന്ന വാർദ്ധക്യങ്ങൾക്ക് കളിച്ചിരിയും കാപ്പികുടികളുമായി പുതിയൊരു ഇടം തന്നെയാണ് ഇവിടെ ഒരുങ്ങുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ 3 ദിവസങ്ങളിലായി മോട്ടോർ തൊഴിലാളികൾ ജില്ലയിൽ വാഹന പ്രചരണ ജാഥ നടത്തുമെന്ന് ചെയർമാൻ കാരായി രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെലോ പാർലമെന്റ് മോട്ടോർ തൊഴിലാളികൾ വാഹന പ്രചരണ യാത്ര CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ നാളെ വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ പൊതുഗതാഗതം തകരുന്നത് വഴി സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല സാധാരണക്കാരുടെ യാത്ര നിഷേധിക്കപ്പെടുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ചെല്ലുന്നത്. മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അന്തർദേശീയ കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിനും പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്കും വലിയ വിലക്കുറവുണ്ടായിട്ടും അതൊന്നും ഇവിടെ ബാധിക്കാതെ വില വർധനവ് ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായി വലിയ വിലവർധനവ് താങ്ങാൻ സാധിക്കാതെ ഗതാഗത മേഖല അങ്ങേയറ്റം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഈ സൗജന്യം കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ജാഥ ക്യാപ്റ്റൻ VK ബാബുരാജ്, വൈസ് ക്യാപ്റ്റൻ UV രാമചന്ദ്രൻ, മാനേജർ K ജയരാജൻ തുടങ്ങിയവർ നയിക്കുന്ന ജാഥ CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ നാളെ വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യും. 26-ന് പാഴിച്ചാലിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ 5 മണിക്ക് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലും 27-ന് കാലത്ത് താഴെ ചുവയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വൈകുന്നേരം 5 മണിക്ക് തലശ്ശേരിയിൽ പൊതുയോഗത്തോടെയും സമാപിക്കും. ഇന്ധനവില വെട്ടിക്കുറയ്ക്കുക, ഡ്രൈവർമാരെ കൽത്തുറങ്കിലടയ്ക്കുന്ന ഭാരതീയ ന്യായ സംഹിത 106(1), 108(1) സെഷനുകൾ പിൻവലിക്കുക തുടങ്ങിയ 6 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് 24-ന് മോട്ടോർ തൊഴിലാളി ചെലോ പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായ അന്നേ ദിവസം തൊഴിലാളികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്നും കാരായി രാജൻ പറഞ്ഞു. കൺവീനർ ജയരാജൻ, VK ബാബുരാജ്, UV രാമചന്ദ്രൻ, A പ്രേമരാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വേനൽ ചൂടിൽ പറവകൾക്കായി ജില്ലയിൽ ജൂനിയർ റെഡ് ക്രോസ് 10,000 പാനപാത്രങ്ങൾ സ്ഥാപിക്കും. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ഗവൺമെന്റ് തളാപ്പ് മിക്സഡ് UP സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ശ്രീജിനി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും വലിയ മനുഷ്യരായി വളരാൻ വേണ്ടി സാധിക്കണം. കാരണം നമ്മളെക്കാൾ ഒരുപക്ഷെ 10-60 വർഷം 70 വർഷമൊക്കെ പിറകോട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 80 വർഷം അല്ലെങ്കിൽ 100 വർഷം പിറകോട്ട് എടുത്താൽ തന്നെ ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളില്ല, വിദ്യാഭ്യാസമില്ല. വിദ്യാലയങ്ങളിലൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളെല്ലാം ഓരോരുത്തർ വിദ്യാലയങ്ങളായിരിക്കും. വേനൽ ചൂട് കടുത്തതോടെ കുടിനീർ കിട്ടാതെ വലിയുന്ന പറവകൾക്ക് ദാഹജലം ഒരുക്കുന്നതിന് ജില്ലയിലെ JRC കേഡറ്റുകൾ വീടിന്റെയും സ്കൂളിന്റെയും പരിസരത്ത് പാനപാത്രങ്ങൾ സ്ഥാപിക്കുന്ന പ്രവർത്തനമായ പറവകൾക്കൊരു പാനപാത്രം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ഗവൺമെന്റ് തളാപ്പ് മിക്സഡ് UP സ്കൂളിൽ വെച്ച് നടന്നു. JRC ജില്ലാ പ്രസിഡന്റ് NT സുധീന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ശ്രീജിനി ഉദ്ഘാടനം ചെയ്തു. JRC ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തെടുത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ TC സുനിൽകുമാർ, PTA പ്രസിഡന്റ് P ഷാജി, ഉപജില്ലാ JRC കോർഡിനേറ്റർ ശോഭ N, JRC കൗൺസിലർ P മുനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിൽ 10,000 പാനപാത്രങ്ങൾ JRC സ്ഥാപിക്കും. ഒരു തുള്ളി ദാഹജലം ഒരു പക്ഷി കഴിക്കുമ്പോൾ അതിനുള്ള വലിയ
ഒരു ശ്രമം നിങ്ങളുടെ ചെറിയ കൈകളാണ് എന്ന് ജൂനിയർ റെഡ് ക്രോസ് കാണുന്നു. കഴിഞ്ഞ വർഷവും നമ്മൾ ഇത്തരം പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,055, പവന് 64,440 രൂപ, വെള്ളി 108 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന. RS പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി AITUC. കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല വേണ്ടത്, അവകാശമാണെന്ന് സന്തോഷ് കുമാർ. രാഷ്ട്രീയ പക്ഷപാതമാണ് ഇതിന് പിറകിലെന്നും സന്തോഷ് കുമാർ. പൊതുശ്മശാനം പ്രവർത്തനരഹിതം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചരക്കണ്ടി മണ്ഡലം കമ്മിറ്റി. ആഴ്ചകൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ പ്രതികരിക്കാൻ അധികൃതർ തയ്യാറായില്ല. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ. ഇന്നവേഷൻ ഓൺട്രപ്രണർഷിപ്പിന് തുടക്കം. കണ്ണൂർ സർവകലാശാല കാനവേഷൻ 3.0 ശ്രദ്ധേയമാകുന്നു. പരിപാടി 2 ദിവസങ്ങളിലായി നടക്കുക. താവക്കര ക്യാമ്പസിൽ പങ്കെടുക്കുന്നത് നിരവധി സ്റ്റാർട്ടപ്പ് മിഷനുകൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.